നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയായ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ 434 ഒഴിവുകളാണ് ഉള്ളത്. ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കോൾ മിനിസ്ട്രിക്ക് കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയാണ്. അവിടെയാണ് ഈ വേക്കൻസി, മാനേജ്മെന്റ് ട്രെയിനിമാരുടെ വേക്കൻസി ഉള്ളത്. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് 2025 ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള എന്ന കാര്യം മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, അതിന്റെ ബേസിലായിരിക്കും സെലക്ഷൻ എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നെ എല്ലാ ഡീറ്റെയിൽസും www.callindia.in എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എക്സാം ഡേറ്റും ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. പിന്നെ വേക്കൻസികളുടെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ആദ്യം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മാനേജ്മെന്റ് ട്രെയിനിങ് വേക്കൻസി 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമാണ് അതിന് വേണ്ടി യോഗ്യത. PG ഡിപ്ലോമ ആയാലും മതിയാവും. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റോ റൂറൽ ഡെവലപ്മെന്റോ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് പ്രാക്ടീസ് അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി സോഷ്യൽ വർക്കിലോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എൻവയോൺമെന്റ് പോസ്റ്റിലേക്ക് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിലെ 1ാം ക്ലാസ് ബിരുദം 60% മാർക്കോടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി, PG ഡിഗ്രി എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് CA അല്ലെങ്കിൽ ICAA പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ലീഗൽ സെക്ഷനിലേക്ക് ലോ പാസ്സായതിനു ശേഷം 3 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ആണ് ലോയ്ക്ക് 60% മാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ 2 വർഷത്തെ MBA അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് 60% മാർക്കോടെ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മെറ്റീരിയൽസ് മാനേജ്മെന്റിലേക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 60% മാർക്കോടെ പാസ്സായവരായിരിക്കണം. അതോടൊപ്പം അവർക്ക് MBA അല്ലെങ്കിൽ PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. പേഴ്സണൽ ആൻഡ് HR ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും 2 വർഷത്തെ ഫുൾ ടൈം ബിരുദം അല്ലെങ്കിൽ PG അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്ക് മാനേജ്മെന്റിലോ HR-ലോ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലോ പേഴ്സണൽ മാനേജ്മെന്റിലോ ഒക്കെ സ്പെഷ്യലൈസേഷൻ ഉള്ളവരായിരിക്കണം. 60% മാർക്കോടെ പാസ്സാവരായിരിക്കണം. സെക്യൂരിറ്റി സെക്ഷനിലേക്ക് ഗ്രാജുവേറ്റ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. കോൾ പ്രിപ്പറേഷൻ സെക്ഷനിലേക്ക് BA അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കെമിക്കലിലോ മിനറൽ എഞ്ചിനീയറിംഗിലോ ഉള്ളവർക്ക് അല്ലെങ്കിൽ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലോ 60% മാർക്കോടെ പാസ്സാവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. മിനിമം എക്സ്പീരിയൻസ് എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് ഗൈഡറിലോ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സിലോ സെൻട്രൽ പോലീസ് ഓഫീസിലോ ഉള്ളവർക്ക് സെക്യൂരിറ്റി സെക്ഷനിലേക്ക് മിനിമം 2 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസറായിട്ടോ എക്സിക്യൂട്ടീവ് ഗൈഡറിലോ ഗവൺമെന്റ് സെക്ഷനിലൊക്കെ ആണെങ്കിൽ 5 വർഷം മിനിമം പ്രൈവറ്റ് ഓർഗനൈസേഷനിലാണെങ്കിലും ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ഇപ്പോൾ പരീക്ഷ എഴുതുന്നവർക്കും നമ്മുടെ ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തേക്ക് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസി പറയുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വേക്കൻസിയിലേക്ക് മാനേജ്മെന്റ് ട്രെയിനിമാരുടെ 20 ഒഴിവുകളുണ്ട്. 6 അൺറിസർവ്ഡ് ആണ്. എൻവയോൺമെന്റ് സെക്ഷനിലേക്ക് 28 ഒഴിവുകളും 10 അൺറിസർവ്ഡ് ആണ്. അതേപോലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ, 103 ഒഴിവുകളുണ്ട്. അതിൽ 22 അൺറിസർവ്ഡ് ആയിട്ടുള്ളത്. ലീഗൽ സെക്ഷനിലേക്ക് 18 ഒഴിവുകളുണ്ട്. 6 അൺറിസർവ്ഡ് ആണ്. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് 25 ഒഴിവുകളുണ്ട്. 10 അൺറിസർവ്ഡ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് 44 ഒഴിവുകളുണ്ട്. 17 അൺറിസർവ്ഡ് ആണ്. പേഴ്സണൽ ആൻഡ് HR-ലെ 97 ഒഴിവുകളുണ്ട്. 37 ഒഴിവുകളും അൺറിസർവ്ഡ് ആണ്. സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് 31 ഒഴിവുകളുണ്ട്. 12 അൺറിസർവ്ഡ് ആണ്. കോൾ പ്രിപ്പറേഷനിലേക്ക് 68 വേക്കൻസികളാണുള്ളത്. 27 അൺറിസർവ്ഡ്. അങ്ങനെ ആകെ 434 ഒഴിവുള്ളത്. 147 പോസ്റ്റുകളാണ് അൺറിസർവ്ഡ് ആയിട്ടുള്ളത്. ജനറൽ ആയിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും. അതിനെ ബേസ് ചെയ്തായിരിക്കും. ടെസ്റ്റ് സെന്ററുകൾ നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉൾപ്പെടെയുള്ള 3 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. അതായത് പേപ്പർ 1ൽ തന്നെ ജനറൽ നോളജും റീസണിങ് ആൻഡ് ന്യൂമറിക് എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് പോലെ ചോദ്യങ്ങളായിരിക്കും. പേപ്പർ 2ൽ പ്രൊഫഷണൽ നോളജ് ഏതാണോ സബ്ജക്ട് അതിലേക്കുള്ള 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. മിനിമം അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്ക് സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും 40 മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം. OBC നോൺ ക്രിമിനൽ 35 മാർക്കും SC SC കാരായിട്ടുള്ളവർക്ക് 30 മാർക്കും പാസ് മാർക്കുണ്ട് 100-ല്.
അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് ഒക്കെ ആണെങ്കിൽ 1000 രൂപയും, ജനറൽ കാൻഡിഡേറ്റ്സ് OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവരെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അങ്ങനെയുള്ളവർക്കെല്ലാം 1000 രൂപയും GST ഉൾപ്പെടെ 1180 രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന് മനസ്സിലാക്കുക. SC അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഓഫ് ഓൾ ഇന്ത്യ അവരെയൊക്കെ ഫീസ് അടയ്ക്കുന്നത് ഒഴിവാക്കണം, അവർക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. സെപ്റ്റംബർ 2020 അടിസ്ഥാനമാക്കിയുള്ള ഏജ് കാലിക്കറ്റ് 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും, SC/ST 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നോക്കാം. സാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം 1 വർഷത്തെ ട്രെയിനിങ്, ആദ്യം സെലക്ഷൻ ലഭിച്ച ആദ്യത്തെ വർഷം 50,000 മുതൽ 1,60,000 സ്കെയിലേക്ക് ശമ്പളം ലഭിക്കാം. ബേസിക് പേ 50,000 ആയിരിക്കും. എന്നാൽ 1 വർഷം സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം 60,000 മുതൽ 1,80,000 സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ബേസിക് പേ 60,000 രൂപയായിരിക്കും. അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ അലവൻസുകളും ലഭിക്കുന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. പോസ്റ്റിംഗ് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കോൾ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതുപോലെ സെലക്ഷൻ കിട്ടുന്നവരെല്ലാം ഒരു 3 ലക്ഷം രൂപയുടെ ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ 3 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യേണ്ടതായിട്ട് വരും. മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കാം. കോൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.callindia.in എന്ന സൈറ്റിൽ പോവുക. കരിയർ വിത്ത് CIL എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ജോബ്സ് അറ്റ് കോൾ ഇന്ത്യ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ആവശ്യമായ ഡോക്യുമെന്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം ഫീസും ഓൺലൈനായിട്ട് അടയ്ക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം www.callindia.in എന്ന സൈറ്റിൽ ലഭ്യമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. കാര്യം ഇടയ്ക്കിടെ നിങ്ങളുടെ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ബോർഡിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടതിൽ നിരപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.